മഴത്തോടും തമ്മിലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ സ്റ്റാലിൻ്റെ അനിയന്മാരായ റോബിക്കും ആൽബിക്കൊക്കെ ആണെങ്കിൽ ഒരു ടെൻഷനൊക്കെ ആയിട്ടിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അലീനിപ്പം അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും അലീനെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് അവരും പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ആൽബിച്ചനൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവൾക്കാണെങ്കിൽ ആ കുളത്തുപുഴ വീട്ടിൽ നിൽക്കുന്നതിനൊരു പേടി തോന്നണം, അവൾക്ക് കുളത്തുപുഴ വീട്ടിൽ അവളെ ലൈഫിനൊരു സെക്യൂരിറ്റി ഇല്ലയെന്ന് അവൾക്ക് തോന്നണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആൽബിച്ചനൊക്കെ പറയുന്നുണ്ട്, ഇനി എന്താ ചെയ്യാൻ, ഇപ്പം പള്ളിയിൽ അച്ഛനും അതുപോലെ പാർട്ടിക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാവും, പിന്നെ നമുക്ക് ഒന്നാമതേ നാണക്കേട് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അവളെ പോയി കാണണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാലിനെയും ഏട്ടനെയും കണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെയാണെങ്കിൽ നമ്മളെ കൊട്ടാരം മുറ്റം വീട്ടിലേക്ക് അവർ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് നമ്മൾ അലീനാണെങ്കിൽ അവിടെ ഇങ്ങനെ പുറത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ആ സമയത്ത് ഇവർ ചെല്ലുന്ന സമയത്ത് നമ്മൾ അലീനെ ചോദിക്കുന്നുണ്ട്, ആരാ എന്താ വേണ്ടത്, നിങ്ങൾക്ക് പിന്നെ കേണൽ സാറിനെ കാണണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, നീ ആരാടി ഇതൊക്കെ ചോദിക്കാൻ, ഞങ്ങൾക്ക് ഞങ്ങളെ ഏട്ടൻ്റെ വീട്ടിൽ വരണമെങ്കിൽ നിൻ്റെ അനുവാദം വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പപ്പാടെ അനിയന്മാരാന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മൾ അലീന പറയുന്നുണ്ടല്ലോ, എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാനിതിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, എൻ്റെ അടുത്ത് എന്തായാലും ഒന്ന് ക്ഷമിച്ചേക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സ്റ്റാലിൻ്റെ അനിയന്മാരാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയായിരുന്നു നീ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾക്കാണെങ്കിൽ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല, നിനക്കാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അലീനയ്ക്കാണെങ്കിൽ ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ആ സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റാലിൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാലിനാണെങ്കിൽ ഇതും കേട്ടോണ്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അവിടെ അടുത്ത് വെറുതെ വഴക്കുണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റാലിൻ്റെ അനിയന്മാരൊക്കെ പറയുന്നുണ്ട്, അത് ഏട്ടാ ഞങ്ങളാണെങ്കിൽ അവളെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും, അവൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, കാരണം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ നാട്ടിൽ പോലും തലയുയർത്തി പോലും നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം അതുപോലെ തന്നെ വികാരി അച്ഛന് നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് ഏട്ടൻ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, എന്തായാലും ഒരു പെൺകുട്ടിയെ കൊണ്ട് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ ആലോചിക്കുമല്ലോ, ആലോചിക്കാതെ എന്തായാലും ഞാൻ ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ട് ഞാൻ താമസിപ്പിക്കത്തില്ലെന്ന് എന്തായാലും നിങ്ങൾക്കൊക്കെ അറിഞ്ഞുകൂടെ, അത്രയ്ക്കും ബുദ്ധിയില്ലാതാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാലിൻ്റെ അനിയന്മാർ പറയുന്നില്ല, ഏട്ടനിക്കാണെങ്കിൽ ഏട്ടൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ഞങ്ങളെ കാര്യം കൂടെ ഞങ്ങൾക്ക് നോക്കണ്ടേ, ഞങ്ങൾക്കല്ലേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും നമ്മളെ കുടുംബത്ത് ഒരു അംഗമായിട്ട് ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്, ശരി ഇപ്പോൾ എന്തായാലും അലീനാണെങ്കിൽ നിങ്ങളാരെയും വീട്ടിലല്ലല്ലോ നിൽക്കുന്നത്, അവൾ എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ല, നിങ്ങളാരും അല്ല, നിങ്ങൾക്ക് വന്നതിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആൽബിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നമ്മൾ അലീനയെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ തള്ളുന്ന സമയത്താണെങ്കിലും നമ്മൾ സ്റ്റാലിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നത്, സ്റ്റാലിനാണെങ്കിൽ ആൽബി എന്ന് പറഞ്ഞൊരു വിളിച്ചിട്ട് നമ്മൾ ആൽബിയെ തല്ലാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അലീന കയറി തടയുന്നുണ്ട്, പപ്പ വേണ്ടാന്നും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കാരണം എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ കാര്യങ്ങളോ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട്, എന്തായാലും പപ്പാക്കാണെങ്കിൽ പപ്പാക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, പപ്പാക്ക് എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ള ചങ്കൂറ്റം പപ്പാക്കുണ്ട്, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ഈ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. എന്തായാലും നിങ്ങളാരും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ല, ഞാൻ പോകണമെങ്കിൽ എൻ്റെ പപ്പ പറയട്ടെ, പപ്പ എന്നെ ഇപ്പോൾ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകും, അല്ലാതെ വേറെ ആര് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീനാണെങ്കിൽ അങ്ങ് കയറി പോകുന്നുണ്ട് കേട്ടോ അകത്തോട്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റാലിൻ പറയുന്നത്, എന്തായാലും നിങ്ങളിപ്പോൾ പറഞ്ഞാൽ അവൾ പറഞ്ഞത് കേട്ടല്ലോ, അവളടുത്ത് ഞാൻ പറഞ്ഞാലേ അവൾ ഈ വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ, അല്ലാതെ അവൾ എവിടെയും പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊട്ടാണെങ്കിൽ എൻ്റെ മോളടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും ഞാൻ പറയത്തില്ല, അവൾ ഇത്രയും വർഷം അവൾ അനാഥാലയത്തിലൊക്കെ അവൾ താമസിച്ചുകൊണ്ടിരുന്നത്, ഇനി എന്തായാലും എൻ്റെ മോളെ തിരിച്ചെനിക്ക് അങ്ങോട്ട് അനാഥാലയത്തിൽ പറഞ്ഞുവിടാൻ എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും എൻ്റെ മോൾ ഇത്രയും വർഷം എന്തായാലും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല, ഇനി എന്തായാലും എൻ്റെ മോൾ ഇനി എൻ്റെ കൂടെ തന്നെ നമ്മളെ കുടുംബത്തിലൊരു അംഗമായിട്ട് തന്നെ ഇനി അവൾ ഇവിടെ ജീവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞ് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ അങ്ങ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ റോബിച്ചാനാണെങ്കിലും ആണെങ്കിലും ഇങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വന്ന കാര്യം എന്തായാലും നടന്നില്ല, അലീനയെ എന്തായാലും ഇവിടുന്ന് പുറത്താക്കാൻ നോക്കിയിട്ടാണെങ്കിൽ ഒരു തരത്തിനാണെങ്കിൽ അലീനയെ പുറത്താക്കാനും അവരുടെ സ്റ്റാലിനാണെങ്കിൽ താമസിച്ചതും ഇല്ലല്ലോ. അപ്പം അവർ രണ്ടുപേരാണെങ്കിൽ അങ്ങനെ പിന്നെ നിരാശയിൽ അവർ തിരിച്ച് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.